ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ തലശ്ശേരി സ്റ്റൈലിൽ. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം തന്നെ ചിക്കൻ കഴുകിയെടുക്കട്ടെ. ബിരിയാണി ഉണ്ടാക്കാൻ പോകുകയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതുകൊണ്ട് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അതിനുശേഷം ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയേ ചേർത്തിട്ടുള്ളൂ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ മാരിനേഷന് വേണ്ടി മാറ്റി വെക്കാം. ഓക്കെ, ഇതിപ്പോൾ അടച്ചു വെക്കാം. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് സവാള നേർമയായി അരിഞ്ഞത്, ഒരു 2 സവാള നേർമയായി അരിഞ്ഞതിട്ടിട്ട് നന്നായി ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. വേഗം വഴന്നു വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് എണ്ണയിൽ തന്നെ നമ്മൾ അതേ പാനിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഓയിലിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒരു ഹാഫ് ഫ്രൈ ആയാൽ മതിയാവും. ബാക്കി നമ്മൾ മസാലയിൽ ദമ്മിടുമ്പോൾ വെന്ത് പോകും. ഓക്കെ, അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്നും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 3/4 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ ഒക്കെ വെന്ത് പോകും. ഇത്ര ആയാൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു ബർത്തൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പാത്രം. ഓക്കെ, ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മൂടി വെച്ച് കൊടുക്കാം. വേഗം തന്നെ സവാള വെന്ത് കിട്ടും. അപ്പോൾ മറ്റൊരടുപ്പിൽ ഞാനിവിടെ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു അരിയുടെ 1.5 ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഹോൾ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ സവാള അതിലെ കുഴക്കും നമ്മുടെ സവാള ഒരു വിധം ഇതായിട്ടുണ്ട്, വന്ന് തന്നിട്ടുണ്ട്. പിന്നെ മുടി വെച്ച വേഗം തന്നെ വളർന്നു കിട്ടും. അധികം ഓയിലൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചോറിനുള്ള അരിയും ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാലാൻ വെച്ച അരി ഇട്ട് കൊടുക്കാം. ബാസ്മതി അരിയാണ്. ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒറ്റൊരു വിസിലിന് വേവിച്ചെടുക്കാം. വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ റിലീസാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഓവർ കുക്ക് ആയി. ഇവിടെ സവാള നന്നായി ഇപ്പോൾ ഇങ്ങേ സൈഡിൽ നമ്മളെ സവാളയും കണ്ടില്ല വളർന്നു വന്നിട്ടുണ്ട്. നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക്
ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. മസാലക്ക് ആവശ്യമായ ഉപ്പ്. നൈസ്. ഇപ്പോൾ കണ്ടില്ല, മസാല നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ഒഴിച്ച് കൊടുക്കുക. അധികം പുളിപ്പില്ലാത്ത തൈര്. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരല്പസമയം വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസിൻ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ആ പ്രഷറൊക്കെ നമുക്ക് ഇതേപോലെ ചട്ടവും വെച്ചിട്ട് ഒന്ന് പൊടിച്ച് വെക്കാം. പ്രഷറൊക്കെ റിലീസാണ്. മസാല ഇടും. മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മസാല ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കണ്ടില്ല ഏത് ഓക്കെ. നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഗരം മസാല ഇവിടെ പൊടിച്ച് വെച്ചതാണിത്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. മല്ലിച്ചപ്പിടും അവളെ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് പൊതിന ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാൻ വേണ്ടി നമ്മളെ പ്രഷർ കുക്കറിൽ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ചോറ് പെർഫെക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിന് നമുക്ക് ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പഴയൊരു തവ ചൂടാവാൻ വെച്ചിട്ട് അതിന് മുകളിൽ നമ്മുടെ ഈ ബിരിയാണി പാത്രം എടുത്ത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ, നെയ്യുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. നെയ്യുടെ പാത്രം കാണുന്നില്ല, താഴെ അങ്ങ് മണം. പിന്നെ ഇതിൽ കുറച്ച് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ മല്ലിയില, ഫ്രൈഡ് ഒനിയൻ ഇതൊക്കെ ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല കുറച്ച് തൂവി കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നന്നായി മൂടി വെച്ചിട്ട് ഒരു ലാസ്റ്റ് നമ്മൾ ഒഴിക്കുന്നത് ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലില്ലേ ബാക്കി, അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിത് മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ കണ്ടില്ലേ നല്ല സ്റ്റീം വന്നിട്ടുണ്ട്. വാ നന്നായി. അപ്പോൾ നമ്മൾ ഓഫാക്കി കുക്കർ. നമ്മൾ നല്ല സെറ്റായി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ആദ്യം തന്നെ മുകളിൽ നിന്നുള്ള റൈസ് നമ്മൾ കോരിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടിയിലാണല്ലോ മസാല ഉള്ളത്. അപ്പോൾ ഈ ബിരിയാണിയുടെ ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ അടങ്ങിയ റൈസാണിത്. ഇത് നമ്മൾ വേറൊരു പാത്രത്തിലിട്ടതിന് ശേഷം നന്നായി അത് മിക്സ് ചെയ്തെടുക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ടില്ലേ അടിയിലത്തെ മസാലയുടെ പാട്ട് അതേപോലെ വെക്കാം.
ഇനി നമ്മളിതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയ ആ റൈസിന് അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ആദ്യം നമ്മൾ മസാല ഇതേപോലെ പ്ലേറ്റിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്ലെയിൻ റൈസ് വെച്ചിട്ട് മാറ്റി വെച്ച റൈസില്ല അതിട്ടിട്ട് നന്നായി ഒന്ന് കവർ ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ തലശ്ശേരിയിലൊക്കെ ബിരിയാണി സെർവ് ചെയ്യുന്നത്. എല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്യില്ല. ഇതേപോലെ ഓക്കെ. ഇതെല്ലാം ഇട്ട് നന്നായി തവി വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം. ഓക്കെ. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡിൽ സലാഡ് ഒഴിച്ചു കൊടുക്കാം. പപ്പട അച്ചാറൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.